ഓ, ഇപ്പോഴെങ്കിലും ഒരു കോള് വന്നല്ലോ. നിർത്താതെ അടിച്ചോണ്ടിരുന്ന ഫോണാ. കഷ്ടകാലം അല്ല എന്ന് പറയാനാ. ഹലോ, ട്രാൻസ്ഫറോ? എടോ, എന്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പോഴാ ഒന്നും നടക്കാൻ പോകുന്നുണ്ടോ വെച്ചോ. ഏയ്, അതൊക്കെ പറയാം. മന്ത്രിയുടെ പിരിയാണ് പോലും. എന്തൊക്കെയായിരുന്നു ഉദ്ഘാടനം, കല്യാണം, AC റൂമും, ഇന്നോവ കാറ്. ഇതിപ്പോ പണി തന്നെ പണി. സാറേ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ വെയിലുള്ള? അതെ, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതെന്തിനു വേണ്ടി എന്തിനു വേണ്ടി പോണത്? എന്റെ ചേട്ടാ, അത് ഇതുവരെ മനസ്സിലായില്ല. KSRTC KSRTC കുറിച്ച് ശരിക്കും പഠിക്കാൻ അതിന് നമ്മൾ അലയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതിനൊരു കമ്മീഷൻ വെച്ചാ പോരെ? അവര് 3 മാസം കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് തരൂലേ? ഇനി അഥവാ നടന്നില്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോവാം. നമുക്കും പോകാം. അങ്ങനെ പോവണ്ട. എല്ലാരും കൂടെ അങ്ങനെ പോയല്ലേ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. വിദേശത്തല്ലേ എന്നാലഞ്ഞോ വെയിലത്ത് കറുത്ത് കരിവാളിച്ച് പെണ്ണിട്ടുൾട്ടാ എന്തോക്കിരിക്കണ്. ഇറങ്ങാന്ന്. ഇറങ്ങാം. സൂര്യാഘാതേക്കാണ്ടിരുന്നാ മതിയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇവിടെ കിടക്കുന്ന ഏത് ബസ്സിലാണേ കയറാം. ഞങ്ങൾക്ക് ഈ ബസ്സിൽ നിന്ന് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. എന്റെ മൂടി നടക്കാം. സാറേ, കുടിക്കാൻ എന്തെങ്കിലും വെള്ളം മേടിച്ചു തരും? എടോ, 3-4 ഡിപ്പോ ഇനി കവർ ചെയ്യണം. 5 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ സമയമില്ലെന്നേ. വേഗം പോയി കഴിഞ്ഞാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പെട്ടെന്ന് അടുത്ത ഡിപ്പോയിലേക്ക് പോകേണ്ടതാണ്. ശീലമാവില്ലെന്നൊക്കെ. എടോ, അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ തന്നെ പോണ്ടേ. പെട്ടെന്ന് വാ. കളക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കളക്ഷൻ ആയിരുന്നു. KP, ഇത് കളക്ഷൻ കുറവുള്ള റൂട്ടുകളുടെ ഡീറ്റെയിൽസാണ്. DTO ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തന്നെ റിപ്പോർട്ട് തരണം. ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? എന്താ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണോ സാറേ? എന്ത് ചെയ്തു? താൻ തന്നെ ചെയ്യണം. വന്നേ ഇങ്ങോട്ട്. ഞാൻ പറയണ കേക്ക്. ഞാൻ ലീവ് എടുത്ത് പോകും. പിന്നെ ഞാൻ പോവും. മാത്രമല്ല, ഈ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന കാര്യത്തിലും ബസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വൻ അഴിമതിയാണ് നടക്കുന്നത്. ശരിയാ, എനിക്കറിയാം സാർ. സാറ് പറയണ എനിക്ക് മനസ്സിലായി. പക്ഷെ കോടതി നിർദ്ദേശിച്ചേക്കുന്ന തൽക്കാലം കളക്ഷന്റെ കാര്യങ്ങൾ മാത്രം ഇടപെടാനാണ്. മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഇടപെടാൻ പറ്റില്ല. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോ സ്പെയർ പാർട്സ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ചാല് പോലും മുടക്കാനും പറ്റില്ല. അത് ശ്രീധരൻ സാറും തീർച്ചയായിട്ടും സാർ.